ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പോർക്ക് വിന്താലു റെഡിയാക്കാനായിട്ട് നമ്മൾ കടുകും കുറച്ച് സാധനങ്ങളും കൂടി അങ്ങോട്ട് കുതിർക്കാൻ വെക്കണതാണ്. ആദ്യം തന്നെ ഞാനിത് എടുത്തേക്കണത് 1 ടീസ്പൂൺ കടുകാണ്. ആ 1 ടീസ്പൂൺ കടുകിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ജീരകം, നല്ല ജീരകമാണത്, ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ വെളുത്തുള്ളിക്കകത്തുനിന്ന് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലേവറിനാണ്. നമ്മളിത് പേസ്റ്റ് ആക്കാൻ പോകണമാണ്. അപ്പോൾ അതിനൊരു ഫ്ലേവറിനാണ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു ഉണക്കമുളക് ഉണ്ടായിരുന്നു കുറച്ച്. ഇതൊരു 3 ഉണക്കമുളക് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. കുതിർക്കാൻ വെക്കാനാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന വിനാഗിരി, ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു അരമണിക്കൂർ കുതിരായിരിക്കട്ടെ. ഫ്രണ്ട്സ്, ഇപ്പം നമ്മുടെ പോർക്ക് എന്തായാലും ഉണ്ടാക്കാനായിട്ടുള്ള പോർക്ക് നമുക്ക് ആദ്യം തന്നെ വേവിക്കാം. ഇതിപ്പോൾ നമ്മുടെ 2 കിലോ പോർക്ക് എടുത്ത് വെച്ചിരുന്നത് ചെറുതായിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കുക്കറിലേക്ക്. നമ്മൾ എല്ലാ കറിയും വെക്കണ പോലെ തന്നെ തിരുമ്മിയിട്ടാണ് വെക്കണത്. ഇതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച 3 സവാളയിൽ നിന്ന് ഞാൻ ചെറിയ ഒരു 1/4 സവാള എന്നൊക്കെ പറയാം, അത്ര ഇടുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ മഞ്ഞപ്പൊടി ഉണ്ട്, അതും കൂടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും, ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം തിരുമ്മിയിട്ട് വേവിക്കാൻ വെക്കാം. പോർക്ക് വേവിക്കുമ്പോൾ നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം പോർക്കിൽ നിന്നും ഇറച്ചിയിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി തന്നെയാണ് വേവിക്കുന്ന സമയത്ത്. എന്നാലും നമുക്ക് അടിക്കി പിടിക്കാതിരിക്കാൻ സേഫ്റ്റി പാർട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിക്ക് മൂടി വെച്ച് വേവിക്കാം. ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഒരു 4 വിസിലോളം ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20-25-30 മിനിറ്റോളം എടുത്തു. അതിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇറച്ചിയുടെ വേവ് എങ്ങനെ, അതായത് പോക്കിന്റെ വേവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പോക്ക് നല്ലോണം വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പോർക്ക് വിന്താലിന്റെ മസാല റെഡിയാക്കാം. നമ്മുടെ പോർക്ക് വിന്താലിന്റെ മസാല റെഡിയാക്കാനുണ്ട്. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പോട്ടിലേക്ക് നിയർലി ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. എൻ്റെ കയ്യിലുള്ള പോർക്കിന് അത്യാവശ്യം നെയ്യ് കുറവാണ്. നാട്ടിൽ കിട്ടുന്ന പോർക്കൊക്കെ നല്ല നെയ്യുകളാണ്. അപ്പം അത് നോക്കിയിട്ടാണ് എണ്ണ ഒഴിക്കാനായിട്ട്. ഈ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണാണ്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർ അനീസ് സീഡ് ഉണ്ട്, ഏലക്ക ഉണ്ട്, കരയാമ്പൂ ഉണ്ട്, പട്ടയുണ്ട്. ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കണാണ്. ഇതിൻ്റെ ഒപ്പം ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇതൊന്ന് കളർ മാറാണ്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റായ ആ എണ്ണയിലേക്ക് ആ ഫ്ലേവറൊക്കെ കയറി പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഹോൾ സ്പൈസസ് ഒക്കെ നല്ല രീതിക്ക് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന 3 സവാള ഇട്ട് കൊടുക്കാം. നമുക്കിത് സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവും, അതായത് ഒന്ന് സോഫ്റ്റായി വാടി വന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന കറിയിലൊക്കെ ജീരകം കുറച്ച് കൂടുതലിട്ട് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദഹനം, അതായത് കഴിച്ച ഫുഡ് നമ്മുടെ വയറ്റിൽ ചെന്നത് നല്ല രീതിക്ക് ദഹിക്കും. അപ്പം അങ്ങനെ കഴിക്കുന്ന ഫുഡിൽ വയറിനധികം പ്രശ്നമൊന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ പൊതുവെ മാക്സിമം ജീരകം കയറ്റിടാൻ നോക്കും, ബട്ട് ഫ്ലേവർ ബാധിക്കാത്ത രീതിയിലാണ് ജീരകം കയറ്റാനായിട്ട്. ജീരകത്തിനൊരു വേറിട്ടൊരു ഫ്ലേവറാണ് ജീരകത്തിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്നില്ല, അത് എല്ലാ സാധനങ്ങൾ തന്നെയാണ്. എന്ത് കൂടിപ്പോയാലും അത് ചീത്തയാണ്, നല്ലതല്ല. പക്ഷെ എന്നാൽ മാക്സിമം ശ്രദ്ധിക്കുക, ജീരകം കയറ്റാൻ പറ്റാത്ത കയറ്റിയിടുക. അതിൻ്റെ ഫ്ലേവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട രീതിയിൽ നല്ല രീതിക്ക് നോക്കി ചെയ്യാം. സവാള സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
ഒപ്പം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ചൊവ്വയൊക്കെ പോകണത് നമുക്ക് മിക്സ് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് പച്ചമുളകൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ പച്ചമുളക് ഉപയോഗിക്കണം. പക്ഷേ ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആകണ വരെ ഒന്ന് ഇറക്കി കൊടുക്കാം. സവാള ഈ സോഫ്റ്റ് ആവാനായിട്ട് ഏകദേശം ഒരു 2 മുതൽ 5 മിനിറ്റ്. നമ്മൾ കുക്കിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 5 മിനിറ്റ്, ഭയങ്കര ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ എടുക്കും. ഈ സമയം കൊണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് കുതിരാൻ വെച്ചിരുന്ന കടുകും മുളകും ജീരകപ്പൊടിയുള്ള ഒരു മിക്സ്ചർ നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കണേ. നമുക്ക് ഈ സ്റ്റേജിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കറിവേപ്പില ഞാൻ 2 സ്റ്റേജായിട്ടാണ് ഇട്ടുന്നത്. ഒന്ന് എപ്പോഴും ഇടും, സവാള ഒന്ന് വഴറ്റുന്ന സമയത്ത് ഇടും, പിന്നെ ഞാൻ എല്ലാ കറി ഉണ്ടാക്കി കഴിഞ്ഞ് മൂടി വെക്കുമ്പോഴും ഇടും. ഞാൻ സവാള ഇപ്പം നല്ല രീതിക്ക് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ തീന്ന് മാറ്റി വെച്ചിട്ടാണ് മസാല ഓരോന്നും ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് പോർക്ക് വേവിക്കുന്ന സമയത്ത്. അത് കൂടാണ്ട് നമുക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്കൊരു 2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കുന്ന് കൂട്ടിയെടുത്തേക്കാണ്. ഇതിന്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ജീരകത്തിന്റെ പൊടി ജീരകമായിട്ട് നമ്മൾ ഓൾറെഡി ഇട്ടാണ്. ഇപ്പം ഞാൻ ജീരകത്തിന്റെ പൊടി ആയതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഇടാനുള്ളൂ. അധികം കുന്നുകൂട്ടാൻ നികത്തെ എടുത്തതാണ്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഗരം മസാല പൊടി ഇട്ടിട്ടില്ല, അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇടാം. ഞാനിപ്പോൾ പച്ചമുളക് ഇടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതലാണ് ഇടുന്നത്. നിങ്ങൾ ഇത്ര ഇടേണ്ട ആവശ്യം ഉണ്ടാവും തോന്നല്ല മുളക് ഇട്ടുണ്ടെങ്കിൽ. ഇപ്പം നിയർലി ഒരു ടീസ്പൂണോളം നികത്തെ എടുക്കുകയാണ്, കുന്നൂട്ടിയല്ല. നമുക്കിതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇപ്പം നല്ലോണം മൂത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച ഫ്ലേവറൊക്കെ മാറിയിട്ടുണ്ട്. ചെറിയ ചൂടിലാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യണത്. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയുടെ പ്യൂരാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് തക്കാളിയുടെ പ്യൂര് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പ്യൂരായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു 2 തക്കാളി, ഞാനിപ്പോൾ 2 കിലോയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 വലിയ തക്കാളി ആയിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം 2 മിനിറ്റോളം മസാല നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. മസാലയുടെ ഒരു പച്ചച്ചോലൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് പൊടിക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഇട്ടിട്ട് അത് പോരാ, കുറച്ച് മോയ്സ്ചർ കുറച്ച് ഇനിയും വേണം. അപ്പോൾ ഞാൻ പൊടിക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ മിക്സ് ചെയ്യണത്. നല്ല രീതിക്ക് മസാല മിക്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച 2 കിലോ പോർക്കാണിത്. നമുക്ക് ആദ്യം തന്നെ പോർക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പോർക്കിൻ്റെ സ്റ്റോക്കാണ്, നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ല, നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ അകത്ത് നെയ്യും ഉണ്ട്, അതിൻ്റെ ആ ജ്യൂവും ഉണ്ട്, ആ പോർക്കിൻ്റെ ഫ്ലേവർ മൊത്തം ഉണ്ട് അതിനകത്ത്. നമുക്ക് നല്ലോണം ഇളക്കി ആ മസാലയൊക്കെ ഒന്ന് ലൂസാക്കി കൊടുക്കാം. ശ്രദ്ധിക്കണം, നമ്മളിപ്പോഴും ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ മസാലയുടെ ചെറിയൊരു തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് 2 കിലോ പോർക്കാണ്. ഇതിന് കുറച്ചു നേരം ഇതിനകത്ത് കിടന്നൊന്ന് വേകട്ടെ. പോർക്ക് നല്ല രീതിക്ക് വെന്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോഴത്തേക്കും ആ മസാലയൊക്കെ ഒന്ന് പോർക്കിലേക്ക് പിടിക്കേണ്ട കുറച്ച് സമയം വേണം. അപ്പം അതിന് നല്ല രീതിയിൽ കിടന്ന് ഒന്ന് മിക്സ് ആവട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ശ്രദ്ധിക്കണം, നമ്മൾ പോർക്ക് വേവിക്കാൻ സമയത്ത് നമ്മൾ ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ എത്രത്തോളം ഉപ്പ് വേണമെന്നുള്ള ആഡ് ചെയ്യാനായിട്ട്. എനിക്കിതിലേക്ക് ഇനി അധികം ഉപ്പ് ആഡ് ചെയ്യണമെന്ന് തോന്നല്ല. എനിക്കൊരു 1/2 ടീസ്പൂണോളം ആഡ് ചെയ്താലും മതിയാവും. പിന്നെ ഇനി എന്തെങ്കിലും വേണം, ഉപ്പ് കുറവാണെന്ന് ഇതിൽ തോന്നണയാണെങ്കിൽ നമുക്ക് കറിയുടെ അവസാനം നമുക്ക് എപ്പോഴും ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പ് അങ്ങനെ ഇന്ന സ്റ്റേജ് ഒന്നുമില്ല, ഇന്ന സമയത്ത് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം.
നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ മിക്സർ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോ വിനാഗിരി ഉണ്ട്, ഉണക്കമുളക് ഉണ്ട്, ജീരകമുണ്ട്, കടുകുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, കുരുമുളക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുതിര ഇടാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി കുരുമുളകിന്റെ പൊടി ഇതിനകത്ത് ഇടുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ 1 ടീസ്പൂണോളം ഞാൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും മേളിൽ തൂങ്ങിനാണ്. ഇത് അധികം ഒഴിക്കണം, ഞാൻ ഒരു ടീസ്പൂണോളം ഞാൻ ഒഴിക്കുന്നുള്ളൂ, അധികം ഞാൻ ഒഴിക്കണല്ലോ. എന്നുവെച്ചാൽ പോർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ നെയ്യ് ഉണ്ടാവും, പിന്നെ ഫ്ലേവർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം എക്സ്ട്രാ ആഡ് ചെയ്യണത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് വടിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മസാലയൊക്കെ ഒന്ന് ഇതായി ആ പോർക്കിൽ ആ ഫ്ലേവർ മൊത്തം കയറി പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം സമയം കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ നിന്ന് തിള വരുന്ന രീതിയിൽ നമുക്ക് വെക്കാം. ഇതിപ്പോ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് മൂടി തുറന്നു നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കേണ്ടത് നല്ല രീതിക്ക്. നമുക്കിത് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. നമ്മുടെ പോർക്ക് വിന്താലു ഏകദേശം അല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ പോർക്ക് വിന്താലു. നമുക്കിനി വേണമെങ്കിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഉണ്ടാക്കി നോക്കണം, അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് പോർക്ക് വിന്താലു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. താങ്ക്സ്, ബൈ.